السلام عليكم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين سيدنا محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد. കഴിഞ്ഞ ഒരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കേണ്ടുന്ന കാര്യം പറയുകയുണ്ടായി. ഒരുപാട് സൽക്കർമ്മങ്ങളുടെ ഉത്ഭവം വരുന്നത് ഈ ശുക്രിന് തന്നെയാണ്. അത് ഒന്നുകൂടി അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിൽ ഉറപ്പിച്ച് പറയുകയാണ്. എന്ത്? നിങ്ങളുടെ റബ്ബ് അറിയിപ്പ് നൽകിയ സന്ദർഭം നിങ്ങൾ നന്ദി ചെയ്യുന്ന പക്ഷം തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. നിങ്ങൾ നന്ദി കേട് കാണിച്ചുവെങ്കിൽ നിശ്ചയമായും എൻ്റെ ശിക്ഷ കഠിനമായത് തന്നെയായിരിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നന്ദി കാണിക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്, അല്ലാതെ അള്ളാഹുവിൻ്റെ ആവശ്യമല്ല. അത് ഖുദ്സിയായ ഒരു ഹദീസിൽ ഇങ്ങനെ പറയുന്നുണ്ട്: എൻ്റെ അടിയാന്മാരെ, നിങ്ങളിൽ ആദ്യത്തവരും അവസാനത്തവരും ജിന്നുകളും മനുഷ്യരും നിങ്ങളിലുള്ള ഏറ്റവും ഭക്തനായ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തോടു കൂടിയാണ് ഉള്ളതെങ്കിലും അത് എൻ്റെ രാജത്വത്തിൽ യാതൊന്നും തന്നെ വർദ്ധിപ്പിക്കുകയില്ല. എൻ്റെ അടിയന്മാരെ, നിങ്ങളിൽ ആദ്യത്തവരും അവസാനത്തവരും ജിന്നുകളും മനുഷ്യരും എല്ലാം തന്നെ നിങ്ങളിലുള്ള ഏറ്റവും ദുഷിച്ച ഒരു മനുഷ്യൻ്റെ ഹൃദയത്തോടു കൂടിയായിരുന്നാലും അത് എൻ്റെ രാജത്വത്തിൽ യാതൊരു കുറവും വരുത്തുകയുമില്ല. എൻ്റെ അടിയന്മാരെ, നിങ്ങളിൽ ആദ്യത്തവരും അവസാനത്തവരും ജിന്നുകളും മനുഷ്യരും ഒരേ സ്ഥാനത്ത് നിന്ന് എന്നോട് ചോദിക്കുകയും എന്നിട്ട് ഓരോരുത്തരും അവൻ ചോദിച്ചത് ഞാൻ കൊടുക്കുകയും ചെയ്താലും ഒരു സൂചി സമുദ്രത്തിലിട്ടാൽ അഥവാ മുക്കിയെടുത്താൽ അത് ആ സമുദ്രത്തിൽ നിന്ന് വരുത്തുന്ന കുറവ് പോലെയല്ലാതെ എൻ്റെ രാജത്വത്തിൽ ഒരു കുറവും വരുത്തുകയില്ല എന്ന് അല്ലാഹു ഖുദ്സിയായ ഹദീസിൽ പറയുകയാണ്. മൂസാ നബി അലൈഹി സ്വലാം ഇവിടെയും പറയുന്നത്, അള്ളാഹു പ്രഖ്യാപിച്ചിട്ടുണ്ട്, നിങ്ങൾ നന്ദി കാണിച്ചാൽ നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരും, നിങ്ങൾ നന്ദി കേട് കാണിച്ചാൽ തീർച്ചയായും എൻ്റെ ശിക്ഷ കഠോരം തന്നെയായിരിക്കും. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.